ഞാൻ നമ്മുടെ പത്തനംതിട്ട റിംഗ് റോഡിലാണ്, അതായത് മേലെ വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരുപാട് ആളുകൾ അന്തിച്ച് നോക്കി നിൽക്കുന്ന കണ്ടോ, കേട്ടോ ഒരുപാട് ആളുകൾ കണ്ടോ, ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്നറിയണോ ബ്രോ? എന്താണ് പരിപാടി ബ്രോ? നമ്മൾ മെഗാ കാർണിവലാണ്, ക്രിസ്മസ് മെഗാ കാർണിവൽ മേലെ വെട്ടിപ്പുറത്ത്. ഇന്നാണ് പത്തനംതിട്ടയുടെ ഉത്സവത്തിന്റെ നാളാണ് ഇന്നലെ, പത്തനംതിട്ടക്കാരുടെ ഉത്സവത്തിന്റെ നാളാണ്. അപ്പൊ തന്നെ ഏറ്റവും വലിയ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഫാദർ ഈ തവണ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം അതിന് നമ്മളൊന്ന് നേരെ നിർത്താനൊക്കെ കൊണ്ടുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഫാദറിനെ ഇതെന്താ ഉയർത്താനുള്ള ശ്രമത്തിലാണ്. അപ്പം നമ്മുടെ സെൻറ്റ് ജോർജിൻ്റെ ക്രെയിനാണ് കേട്ടോ. സെൻറ്റ് ജോർജിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. കോഴഞ്ചേരിയിലുള്ള സെൻറ്റ് ജോർജ് സോമിലിൻ്റെ ക്രെയിനിലാണ് ഇവർ ഈ ക്രിസ്മസ് ഫാദറിനെ ഉയർത്തുന്നത്. ഇതെന്നെ ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രോ എന്തുവായി പരിപാടി? ഇവിടെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ബൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. പറഞ്ഞു നമ്മുടെ പാപ്പാച്ചി ഉയർത്താൻ വേണ്ടി പോവാണ്. ഇപ്പം ഏകദേശം ഞാനൊരു കാര്യം പറഞ്ഞു, പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പാപ്പാച്ചി ഉണ്ടാക്കുന്നത് 51 അടി ഹൈറ്റ് വരുന്നുണ്ട് നമ്മുടെ പാപ്പാച്ചിക്ക്. അപ്പം അതിനെ നമ്മൾ ഉയർത്താൻ പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കാണ് നമ്മൾ ഉയർത്തുന്നതായിരിക്കും. നമ്മുടെ ക്ലബിന്റെ പേര് ജനനി കലാകായിക വേദി. എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ 21ാമത്തെ വർഷം ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ അതിന്റെ സെക്രട്ടറിയാണ്. അതെ. അപ്പം എത്ര നാളായി ഈ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് വന്നിട്ട്? ഞങ്ങളിപ്പം ഞാൻ വന്നിട്ട് ഇപ്പം 4 വർഷത്തോളമായി. 4 വർഷമായിട്ട് നമ്മുടെ ക്ലബ്ബ് മേൽക്കുമേൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാട്ടുകാരൊക്കെ എല്ലാം സപ്പോർട്ടോടുകൂടി അതെല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ക്ലബ്ബിന്? ഇപ്പൊ 90 മെമ്പേഴ്സ് ഉണ്ട്. 96 മെമ്പേഴ്സ് ഉണ്ട്. ഏതാണ്ട് ഒരു 100-130 പേരോളം ഉണ്ട്. കുറച്ച് ഗൾഫിലൊക്കെയാണ്, പ്രവാസികളാണ്. അതെ. അപ്പൊ ഈ ഒരു ജനറേഷനിൽ ഇങ്ങനൊരു സംഭവം ഒന്നും കാണത്തില്ല കേട്ടോ. കാരണം ക്ലബ്ബ്, ഞാനൊരു ക്ലബിന്റെ പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും ആ ക്ലബ്ബൊന്നും ഇപ്പം വലിയ, അതായത് ഒരു പരിപാടി നടത്തുന്നില്ല. ഈ പ്രാവശ്യം കരോള് പോലും ഇറങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടു നടക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതാണ്. ചേട്ടന്മാർ കറക്റ്റ് കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രകൃതമായ സംസ്കാരങ്ങളും അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വട്ടം കരോൾ എല്ലാം ഫ്രീക്കന്മാരായിട്ട് മാറിയിരിക്കും. തീർച്ചയായിട്ടും കരോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പാപ്പാച്ചി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ഗാനമേളയും മറ്റു നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് പത്തനംതിട്ട കളറാക്കുക നിങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്കാരങ്ങളെല്ലാം നമ്മളെ പൂർവികരെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. അവർ മൊബൈൽ ഫോണിലും അല്ല മറ്റേ പുതിയ ലോകത്ത് സോഷ്യൽ മീഡിയ ലോകത്തായതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് അവരെയും കൊണ്ട് തന്നെ നമ്മളെല്ലാം മുൻനിർത്തി നടത്തിയാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, അവരെ മുൻനിർത്തി എല്ലാം ജയിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഒരു വലിയൊരു അറിവാണ് നിങ്ങൾ പകർന്നു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. നമുക്കത് കഴിയാൻ എന്നെ കൊണ്ട് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ജനനി എന്ന ക്ലബിനെ എന്നും ലോകം ഓർത്തിരിക്കട്ടെ. തീർച്ചയായിട്ടും. തിരക്കാണോ? എന്ത് പേര്? എന്താ? അമർനാഥ്. ഉജ്വൽ. അടുത്തേക്ക് എങ്ങനെയുണ്ട്? ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എല്ലാം ഈ പ്രോഗ്രാമിന്റെ കാര്യത്തിനായിട്ട് ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ കാർണിവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർണിവൽ പൊളിക്കാ പിന്നല്ലാതെ തീരുമാനിച്ചു. അതെ. പത്തനംതിട്ടയിൽ തന്നെ ഏറ്റവും വലിയ പാപ്പാച്ചിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? നിന്ന് നിർത്തി കത്തിക്കണം. പിന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കും അല്ലേ? അതെ. പോകുന്നില്ലേ? എറണാകുളത്തിന് പോകുന്നില്ലേ? ഇവിടുത്തെ പാപ്പാജിയാണ് ഇഷ്ടപ്പെട്ടേ. ആണോ?